ഹലോ, അസ്സലാമു അലൈക്കും. പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്കൊരു അടിപൊളി കടി ഉണ്ടാക്കാം. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് ഇനി രാവിലത്തെ ചായയുടെ കടിയുടേതിന് അതിന് ഒരു കുറച്ച് അരി, നാഴിയുടെ ഇല്ല, കുറച്ച് അരി വെള്ളത്തിലിട്ട് അര ഗ്ലാസ് റവയും വെള്ളത്തിലിട്ട് 5 മിനിറ്റ് വെക്കുക. കുതിർന്ന ശേഷം നമുക്കത് എടുത്തിട്ട് ആട്ടിയെടുക്കാം. റവയും പച്ചരിയാണ് ഒരു 5 മിനിറ്റ് നേരം നമുക്ക് വെള്ളത്തിലിട്ട് അങ്ങനെ വെക്കാം. എന്നിട്ട് എന്തൊക്കെയാണ് നിങ്ങളെ വീട്ടിലെ നാട്ടിലെ വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ല? ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. വീഡിയോസ് ഫുള്ളായി കാണുക, സ്കിപ്പ് ചെയ്യാതെ കാണുക. അറിയുന്നവർക്കൊക്കെ ഒന്ന് അയച്ചു കൊടുക്കുക. അതിന് ശേഷം അരി കുതിർന്ന ശേഷം നമുക്ക് അരി 3-4 പ്രാവശ്യം കഴുകിയതാണ്. എന്നിട്ട് അത് ജാറിലേക്ക് നമുക്ക് എടുത്തിടും. അതിൽ ഉലുവ ഉണ്ട്, ഉലുവ പറഞ്ഞിട്ടുണ്ട്, 2-3 മണി ഉലുവ ഇടുക. ഉലുവ കുതിർന്നൊക്കെ നോക്കാണ്. അങ്ങനെ ഇതാ റവ വെള്ളത്തിലിട്ടത് പിന്നെ അതിലേക്ക് ഇതാ വലിയ ഉള്ളി, പച്ചമുളക്. നല്ല അടിപൊളി രസം ഉണ്ടായിരുന്നു കേട്ടോ. നല്ല ഇങ്ങനെ ഉണ്ടാക്കി നോക്കിയാൽ നല്ല സൂപ്പറാണ്. രാവിലെ രാത്രിക്കൊക്കെ
എന്നിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഒന്നും പാടെ ചട്ടിയിൽ പറഞ്ഞിട്ട് നല്ല എന്തൊക്കെ ഷേപ്പ് ഒന്നും അറിയണില്ലല്ലേ, എനിക്കറിയണില്ലേ, അതുകൊണ്ടാണ്. അറിയണില്ല വെച്ചാൽ ഞാനും ദോശ അങ്ങനെ ചൂടലില്ല. ഇങ്ങനെ എഴുതുന്ന ഈ പെണ്ണിനെന്ത് പെണ്ണായിട്ട് തനിക്കറിയില്ല, കറിക്കൊരു കാശ്. അപ്പോൾ ഷേപ്പിൽ വന്നിട്ടില്ല അല്ലേ. അങ്ങനെ മറിച്ചിട്ട് നമുക്ക് ഞമ്പര എത്തിയിട്ട് ഒന്നും അത് ചുട്ടിട്ട് കാണിച്ചു തരാം. ആരും മറക്കണ്ട, വീഡിയോസ് ഫുള്ളായി കാണാൻ നോക്കുക, സ്ലിപ്പ് ചെയ്യാതെ കാണുക, മറക്കാതെ കാണുക, അറിയുന്നവർക്കൊക്കെ അയച്ചു കൊടുക്കുക. എന്തെന്നറിയോ, രാവിലത്തെ നല്ല തിരക്കാക്കാറില്ലേ, പണിക്ക് പോകണമുണ്ടാകും, മദ്രസക്ക് പോകണമുണ്ടാകും, ജോലിക്ക് പോകണമുണ്ടാകും, എല്ലാം പാടെ ആയിട്ട് തിരക്കാറ് രാവിലെ അല്ലേ എല്ലാവർക്കും. അങ്ങനെ മൂന്നാമത്തെ ഷേപ്പാണില്ല, എന്താണെന്നറിയില്ല, ഷേപ്പാണില്ല. ഞാൻ ആവാത്തവർക്കൊക്കെ ആക്കി കൊടുക്കണം. എങ്ങനെ നോക്കണേ, അടിപൊളിയല്ലേ. ഇങ്ങനെ ആരെങ്കിലും ഉണ്ടാക്കലുണ്ടോ? ഉണ്ടാക്കലില്ലെങ്കിൽ ഇങ്ങനെ ഉണ്ടാക്കി നോക്കുക, കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും. കുട്ടികൾക്ക് വേണമെങ്കിൽ എരിവിനനുസരിച്ചിട്ടായിട്ടില്ലേ, കുരുമുളകൊക്കെ ഇട്ടായി. ഞാൻ അങ്ങനെ ഇട്ടുന്നുണ്ട്. പിന്നെ അടുത്ത വീഡിയോ കാണുന്നവരെല്ലാവർക്കും ബൈ, അസ്സലാമു അലൈക്കും.